പണി കിട്ടി. നമുക്ക് നേരെ തന്നെ പോവാം, സൗണ്ട് ഉണ്ടാക്കാതെ പോവാം. അയ്യോ, അവൻ കണ്ടു വരുന്നുണ്ടോ ഗൈസ്, നമ്മളെ വിക്കർ കൊല്ലു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജിബ്രോ അഗൈൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു മലയുമായിട്ടാണ് കേട്ടോ. സോ നമുക്ക് എന്താണ് ആ മലയിൽ എന്നുള്ളത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ മലയിലേക്ക് പോവുകയാണ് കേട്ടോ. ആ മലയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നിഗൂഢമായൊരു മലയാണത്. ഒരുപാട് വന്യമൃഗങ്ങളും പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്കവിടെ എന്താ ഉള്ളതെന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇത് തന്നെയാണ് വഴിയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം. ട്രെവറിന് വേറെ മിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും മലയിൽ ഒന്ന് പോയി വരാം. ഇതിലെയാണ് ഗൈസ്. നമ്മുടെ മലയുടെ അടിവാരം നമ്മൾ എത്തിപ്പോയി. ഇത് തന്നെയാണ് നമ്മുടെ മല കേട്ടോ. അത്യാവശ്യം സീനായിട്ടുള്ളൊരു മലയാണെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഒന്ന് കയറി നോക്കാം. ഇത് ബൈക്ക് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഓ, മുയലൊക്കെ ഉണ്ട് കേസ്. മനുഷ്യന്മാരുണ്ടല്ലോ. ഓ, ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്തിനാണ് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്? ഇവിടെ ഒരുപാട് ടെൻ്റൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട് ആൾക്കാർ, കണ്ടില്ലേ? മല അത്ര സീനില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപകടം പിടിച്ച വഴിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രെക്കിംഗ് പോയിന്റ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ. അതെന്താണത്? ഓ, ഹെൽമെറ്റ് പോയി. ഒന്ന് സ്പീഡിൽ പോവും. എന്തോ ഒന്നും ഇങ്ങോട്ട് മാറിയില്ലേ? മല അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു ഗൈസ്. താഴെ പോകല്. എന്തായാലും ഒന്നിനെ കാണാനില്ല. എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ഒരുപാട്. നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ.
നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഒന്ന് നിർത്തി നോക്കാം. ഹെൽമെറ്റ് ഒന്ന് കളയല്ലേ, ആവശ്യം വരും. അതെന്താണത്? അതെന്താണത്? കൈസ് അവിടെ എന്തുണ്ട് കൈസ്? ഇതെന്താ മന്ത്രമൊക്കെ? കൈസ് പ്രേതം കൈസ്, അത് പ്രേതമാണ് കൈസ്. അയ്യോ എൻ്റെ പൊന്നെ, അവിടെ പ്രേതമുണ്ട് കൈസ്. അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോയാൽ പണിയാവോ? സംഭവം പ്രേതം തന്നെ. എൻ്റെ മോനെ, സീൻ സാധനം. അപ്പോൾ ഈ മലയെപ്പറ്റി ആൾക്കാർ പറയുന്നതൊക്കെ ശരിയാണ് ഗൈസ്. ഇത് ഭയങ്കര സീൻ പിടിച്ച മലയാണ്. നമുക്കെന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. അയ്യോ, അങ്ങ് ചെന്നാൽ പണിയാവോ? നമുക്ക് എന്തായാലും അടുത്തേക്ക് പോവാം. എന്തായാലും പറ്റുമോ ഇല്ലയോ എന്നറിയാം. സംഭവം സീനാണ് കേസ് ഇത്. അത് പോയോ? ബാക്കിൽ എങ്ങനെ ഉണ്ടായി? ഈ മല ഭയങ്കര സീനാണ് കേട്ടോ. ഈ മല ഭയങ്കര സീനാണ്. നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഗണ്ണുകൾ കൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല. ബാക്കിലുണ്ടോ? നമ്മൾ അടുത്തേക്ക് ചെന്നപ്പോൾ അത് പേടിച്ച് പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് മൊത്തത്തിൽ ഒന്ന് നിരീക്ഷിക്കാം ഇതിൽ. ഇത് മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. സൗണ്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. കേൾക്കാമോ നിങ്ങൾക്ക്? എല്ലാത്തിൻ്റെ സൗണ്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് പുലിയാന്ന് തോന്നുന്നു കഴിച്ചു. ഒരു തോക്കെടുത്ത് കൈ പിടിച്ചേക്കാം. ഇനി എങ്ങാനും ഒരു പുലി വന്നാൽ അവിടെ എന്തോ ഉണ്ടല്ലോ. സ്നൈപ്പർ എടുക്കാം. അത് പുലിയാണ് കേസ്. അത് പുലി തന്നെ, പുലി തന്നെ. സീൻ പിടിച്ചാൽ നമ്മുടെ പരിപാടി തീരും. നിലവിൽ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. അവൻ്റെ സ്മെല്ല് കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ അടുത്തേക്ക് ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അവൻ കിടക്കുകയാണ് അവിടെ. പുലിയാണോ പട്ടിയാണോ? പുലി തന്നെയാണെന്ന് തോന്നുന്നല്ലേ. പുലി തന്നെയാ. പ്രേതമുണ്ടോ ബാക്കിലെങ്ങാനും? സംഭവം ഈ മല കുറച്ച് സീനാണ് കേട്ടോ. ഇവിടെ വന്യമൃഗങ്ങളും പ്രേതവും യക്ഷിയും എല്ലാ സാധനമുണ്ട്. ഈച്ചയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി. പയ്യെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാം. അത് നമ്മളെ കണ്ടാ നമ്മൾ തീർന്ന. നമുക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാം, പക്ഷെ വേണ്ട. എന്തിനാ കാട്ടിൽ അവൻ്റെ സ്ഥലത്ത് കയറിയതല്ല നമ്മൾ. നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ കൊല്ലും കേസ്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി നോക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. പോലെ അയ്യോ, താഴെ പോയി. ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട് ഗൈസ്. നമുക്കവനെ കൊല്ലണോ? അയ്യോ, നമുക്കവനെ കൊല്ലണ്ട, പക്ഷെ നമുക്ക് ഇനി ഇങ്ങോട്ട് കയറാൻ പറ്റും. അതങ്ങനെ വന്ന് പിടിക്കുമോ? പണി കിട്ടി ഗൈസ്, നമുക്ക് നേരെ കയറാൻ പറ്റുന്നില്ല. നമുക്ക് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകേണ്ടി വരും. ഒന്നെങ്കിൽ ഇന്ന് നമ്മളല്ലെങ്കിൽ പുലി. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. പണി കിട്ടി. നമുക്ക് നേരെ തന്നെ പോവാം, സൗണ്ട് ഉണ്ടാക്കാതെ പോവാം. അയ്യോ, അവൻ കണ്ടു വരുന്നുണ്ടോ ഗൈസ്? നമ്മളെ വിക്കർ കൊല്ലും. അവനെ നമ്മൾ കൊന്നു ഗൈസ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പുലിക്കുട്ടാ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരുപാട് കിളികളൊക്കെ പറക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ എവിടെ കൊണ്ടിട്ടെ? ബൈക്ക് താഴെയാണോ? അതെ, കിടക്കും. നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് മുകളിലും കൂടെ ഒന്ന് പോവാം, മൊത്തം ഒന്ന് കയറിയിട്ട് വരാം.
മുകളിൽ എന്താണെന്ന് അറിയാലോ. ടോപ്പിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഓ ഇപ്പോൾ കുഴി പോയാല. നമ്മൾ ടോപ്പിലെത്തി. ഇവിടെ ഇനി പുലിയും കടുവയൊക്കെ ഉണ്ടോ എന്തോ. പ്രേതം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ അവിടെ പുലിയുണ്ട് ഗൈസ്. പിന്നെയും പുലി. നമ്മൾ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ പറന്നു വരും. നമ്മളെന്തായാലും കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്ത് ആ വീടിൻ്റെ അങ്ങോട്ട് പോവാം, കെട്ടിടത്തിന് അങ്ങോട്ട് പോവാം. എന്താ സംഭവിക്കുന്നത് അറിയാലോ. അപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിയാലോ. ചിലപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ട് ഓടിപ്പോവും. ഓടിപ്പോയിട്ടില്ല, അവനോട് നിൽപ്പുണ്ട്. പുറകെ വല്ലതും വരുന്നുണ്ടോ? ഇതിൻ്റെ താഴെയാണ് കേട്ടോ അവർ വന്നിട്ട് എന്നെ അടിച്ചേക്കുന്നത്. പുലിയെല്ലാം കടിച്ച് പറിക്കും. നമുക്കെന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വിട്ട് പോയേക്കാം. നേരം വെളുക്കാറായി. അവനോട് ഉണ്ടോ എന്തോ. അവനെങ്ങോട്ടോ പോയി. അവൻ നമ്മുടെ പുറകെ ഉണ്ട്. അവൻ ആ ചപ്പിൻ്റെ ഉള്ളിൽ ആ കാട്ടിൽ ഒളിച്ചിട്ടുണ്ട് കേസ്. അവൻ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നേരം വെളുത്തു. നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് ഇനി പണി മേടിക്കുന്നില്ല. നമുക്ക് എന്തായാലും തിരിച്ചു പോയേക്കാം. സൺറൈസ് ആയിട്ടുണ്ട് കേട്ടോ.
നേരം വെളുത്തത് കൊണ്ട് ട്രക്കിങ്ങിനൊക്കെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. പക്ഷെ പുലിയുള്ളിടത്ത് എങ്ങനെ ട്രക്കിംഗ് ചെയ്യും? പോരാത്തതിന് പ്രേതം. നമ്മൾ ഇവിടെ വെച്ചാണ് പ്രേതത്തെ കണ്ടത് കേട്ടോ. ഇപ്പം നേരം വെളുത്തുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. താഴെ കുറച്ച് പേര് ടെൻ്റ് അടിച്ച് കിടപ്പുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എന്താണോ എന്തോ. ഇത് ട്രക്കിങ്ങിന് പോകുന്നു. ചേട്ടാ മേളിൽ പുലിയുണ്ട് കേട്ടാ, നോക്കി കണ്ടൊക്കെ പോയാൽ മതി. നമ്മളെ തെരു വിളിക്കണം. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല ആരും. നമുക്ക് എന്തായാലും കുറച്ചേരം ഇവിടെ ഇറങ്ങി തീ കാഞ്ഞിട്ടൊക്കെ പോവാം. ഇവിടെയും മൊത്തം ഈച്ചയുടെ ശല്യമാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നിഗൂഢമായ മലയുടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്ത പ്രാവശ്യം നമ്മൾ പിന്നെയും വരും അടുത്തൊരു എപ്പിസോഡുമായി.